ഹായ് അസ്സലാമുഅലൈക്കും കിച്ചൺ പലാസോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട മിൽക്ക് പേടയാണ്. വെറും 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഹോം മെയ്ഡ് ആയിട്ടുള്ള മിൽക്ക് പേട എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ടുള്ള ഹോം മെയ്ഡ് മിൽക്ക് പേട എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. വെറും 4 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 250 ml കപ്പിൽ 2 കപ്പ് മിൽക്ക് പൗഡർ അഥവാ പാൽപ്പൊടി. നമ്മളിവിടെ നിഡോയുടെ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഏത് പാൽപ്പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര, അതായത് 1/2 കപ്പിലും കുറച്ച് താഴെയായിട്ട് പഞ്ചസാര എടുത്തിട്ട് വേണം പൊടിക്കാൻ. അപ്പോൾ കറക്റ്റായിട്ട് പൊടിച്ച പഞ്ചസാര 1/2 കപ്പ് കിട്ടും. അതുപോലെ തന്നെ 1/4 കപ്പ് ഇളം ചൂടുള്ള പാല്, കൂടാതെ 2 ടീസ്പൂൺ നെയ്യ് വേണം. ആദ്യം തന്നെ നമ്മളൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1/4 കപ്പ് ഇളം ചൂടുള്ള പാലും 2 കപ്പ് പാൽപ്പൊടിയും ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല. കാരണം ഫ്ലെയിം ഓൺ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ചെയ്യുന്നതായിരിക്കും വളരെ ഈസി ആയിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ നന്നായി ഇളക്കി കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് കട്ടയില്ലാതെ കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് നമ്മൾ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. വളരെ സിമ്മിൽ വേണം ഫ്ലെയിം വെച്ച് കൊടുക്കാൻ. ഇത് കംപ്ലീറ്റ് ആയിട്ട് റെഡി ആവും വരെ സിമ്മിൽ വെച്ച് കൊടുത്തുകൊണ്ട് മാത്രമേ റെഡിയാക്കി എടുക്കാൻ പാടുള്ളൂ. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിയിൽ പിടിക്കില്ല, എങ്കിലും കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഈ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. ബാക്കി 1 ടീസ്പൂൺ നമ്മൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക, നിർത്താതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ഇത് കുറച്ചൊരു ടൈറ്റ് ആയിട്ടുള്ള രൂപത്തിലായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത്. പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഈ പഞ്ചസാരയൊക്കെ ഉരുകിയിട്ട് കുറച്ചൊരു ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വരും. ഇത് നമ്മൾ നിഡോയുടെ പാൽപ്പൊടി ആയതുകൊണ്ടാണ് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ടത്. മറ്റേതെങ്കിലും മധുരമുള്ള ടൈപ്പ് പാൽപ്പൊടിയാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ച് കുറക്കാം. കാരണം നിഡോയുടെ പാൽപ്പൊടിയിൽ അത്ര മധുരമില്ല, അതുകൊണ്ടാണ് ഇത് ആഡ് ചെയ്തത്. മധുരം കുറച്ച് കുറഞ്ഞു പോയാലും കുഴപ്പമില്ല, കൂടി പോവരുത്, പെട്ടെന്ന് നമുക്ക് മടുപ്പ് ഫീൽ ചെയ്യും. ഇനി ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ബാക്കി എടുത്തു വെച്ച 1 ടീസ്പൂൺ നെയ്യ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തന്നെ യോജിപ്പിക്കുകയാണ്. ഇത് റെഡി ആയിട്ടുള്ള ഒരു പരുവെന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ് ആയിട്ട് പാത്രത്തിൽ നിന്ന് വിട്ടുപോരും. അതായത് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് പാത്രത്തിൽ തൊടാതെ കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്ന് വിട്ടുപോരും. നമ്മൾ ഹലുവയൊക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടില്ലേ, പാത്രത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോരുന്നു. ആ ഒരു പരുവമാവും വരെ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതായത് ഏകദേശം ഒരു 10 മിനിറ്റ് വരെ നമ്മൾ നിർത്താതെ ഫ്ലെയിം സിമ്മിൽ വെച്ച് കൊടുത്തുകൊണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ അതാ കണ്ടോ, ഇത് കംപ്ലീറ്റ് ആയിട്ട് പാത്രത്തിൽ നിന്ന് വിട്ടു പോന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇത് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഒരു ചെറിയ ചൂടിൽ തന്നെ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ. ഞാൻ ഇതുപോലെ ഒരു ചെറിയ പേപ്പർ കപ്പ് എടുത്തിട്ട് അതിൻ്റെ അടിഭാഗം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുക. അതുപോലെ ഈ ഷേപ്പ് ചെയ്യുന്ന പാത്രത്തിലും കുറച്ച് പുരട്ടി കൊടുക്കുക, പെട്ടെന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ്. ഇനി നന്നായിട്ടൊരു ബോൾ എടുത്തിട്ട് നന്നായിട്ട് തന്നെ നമ്മൾ പ്രസ് ചെയ്തുകൊണ്ട് ഉരുട്ടിയെടുക്കുക. അപ്പോഴേ നല്ല ഫിനിഷിങ് കിട്ടുള്ളൂ. ഇനി ഈ ഒരു അച്ചിൽ വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പതുക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഇത് കിട്ടും. ഇനി നമ്മൾ ഈ പേടയുടെ മുകളിൽ ടൂത്ത് പിക്ക് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെ കിട്ടും. ഇനി നമ്മൾ ഇതിൻ്റെ തൊട്ട് താഴെയുള്ള അളവുള്ള പേപ്പർ കപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ അടിഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണ്. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് അനുസരിച്ച് അവനവൻ്റെ കയ്യിലുള്ള അച്ചിനനുസരിച്ച് തന്നെ ഐഡിയയ്ക്ക് അനുസരിച്ചും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ അതേ ഷേപ്പിലുള്ള 15 മിൽക്ക് പേട ഉണ്ടാക്കിയെടുത്തു. ഇനിയും നമുക്ക് ബാക്കിയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ മറ്റൊരു ഷേപ്പിലുള്ള മിൽക്ക് പേടയാണ് കാണിച്ചു തരാൻ പോകുന്നത്.
നമ്മൾ ബോളാക്കി എടുത്തതിന് ശേഷം കയ്യിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു പിസ്തയുടെ പീസോ ബദാമിൻ്റെ പീസോ വെച്ച് കൊടുത്താൽ നമുക്ക് നല്ല ഭംഗിയുള്ള മറ്റൊരു ഷേപ്പ് കിട്ടും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നല്ല ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്യണം, എങ്കിലേ നമുക്ക് ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു പേട കിട്ടുള്ളൂ. ഈ ഒരു അളവ് കൊണ്ട് നമ്മൾ 22 പേട ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ എത്ര ഈസി ആയിട്ടാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പേട ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.